എൻവിഡിയുടെ സ്ക്രീൻ കർട്ടൻ ഫീച്ചർ എന്തിനാണ്, എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇന്ന് പരിചയപ്പെടുന്നത് ഇതിന് സമാനമായ ഫീച്ചർ ജോസ് നൽകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതേതാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. തീർച്ചയായും എൻവിഡിയുടെ സ്ക്രീൻ കർട്ടൻ ഫീച്ചറിന് തുല്യമായ ഫീച്ചർ ജോസ് നൽകുന്നുണ്ട്. സ്ക്രീൻ ഷെയ്ഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്ക്രീൻ ഷെയ്ഡ് എങ്ങനെ എനേബിൾ ചെയ്യാം, എങ്ങനെ അത് ഡിസേബിൾ ചെയ്യാം എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്പർ 1, സ്ക്രീൻ ഷെയ്ഡ് എനേബിൾ ചെയ്യുന്നതിനായി ആദ്യം ലെയർ കമാൻഡ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഇൻസേർട്ട് ഹോൾഡ് ചെയ്യുന്നു, സ്പേസ്. ഒരു ചെറിയ നോബ് സൗണ്ട് കേട്ടു. ഇതിനർത്ഥം ലെയർ കമാൻഡ് ഓൺ ആയിരിക്കുന്നു എന്നാണ്. ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കീ F11 ഒരു തവണ പ്രസ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ F11 പ്രസ് ചെയ്യുന്നു. സ്ക്രീൻ ഷെയ്ഡ് ഓൺ. സ്ക്രീനിലുള്ള കണ്ടൻ്റ് ഒന്നും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല എന്നർത്ഥം. എൻവിഡിയുടെ സ്ക്രീൻ കർട്ടൻ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യമാണിത്. നമ്പർ 2, സ്ക്രീൻ കർട്ടൻ ഫീച്ചർ എങ്ങനെ ഡിസേബിൾ ചെയ്യാം. ഇതിനായി വീണ്ടും ലെയർ കമാൻഡ് ഓപ്പൺ ചെയ്യുക ബൈ പ്രസിംഗ് ഇൻസേർട്ട് സ്പേസ്. ഒരു നോബ് സൗണ്ട് കേട്ടു. ഒരിക്കൽ കൂടി F11 പ്രസ് ചെയ്യുക. സ്ക്രീൻ ഷെയ്ഡ് ഓഫ്. എൻവിഡിയുടെ സ്ക്രീൻ കർട്ടൻ ഫീച്ചർ ഓഫ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോസിൻ്റെ സ്ക്രീൻ ഷെയ്ഡ് ഫീച്ചർ. താങ്ക് യു. Hi there. Thanks for watching. If you like the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.